ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രനെ വിളിച്ച് അഞ്ജലി കാര്യങ്ങളെല്ലാം കൃത്യമായി ഏർപ്പെടുത്താണ് കേട്ടോ. അവർ കൂടുതൽ അടുക്കാൻ പാടില്ല, അവരെ അടുക്കുന്നത് തടയണം. അതിൻ്റെ ഇടയിൽ കയറി നീ എന്ത് പ്ലാൻ വേണമെങ്കിലും ഉപയോഗിച്ചു, പക്ഷേ ഒരാഴ്ച മാത്രമേ ഞാൻ നിനക്ക് സമയം തരത്തുള്ളൂ. അതിനു മുമ്പ് നീ അവരെ രണ്ടുപേരെയും രണ്ടാക്കിയിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരിൽ ഒരാളെ ഞാൻ തീർത്തിരിക്കും എന്ന് പറയുമ്പോൾ സുമിത്രൻ പറയട്ടെ, അയ്യോ അതൊന്നും വേണ്ട അഞ്ജലി, ഞാനതെല്ലാം ഏറ്റോളാം, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയണം കേട്ടോ. അങ്ങനെ അച്ഛൻ ഇതെല്ലാം കേട്ടിട്ട് അടുത്തേക്ക് വന്ന് ചോദിക്കണം, അഞ്ജലി അപകടം ക്ഷണിച്ച് വരുന്നതാണോ നീ? അവരിൽ ഒരാളെ ഇല്ലാതാക്കാനാണോ നീ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി ഒന്നും മറുപടി പറയുന്നില്ല. അവിടുന്ന് ഉടനെ മാറിപ്പോവാട്ടോ. അപ്പോൾ അച്ഛൻ എന്താ ഇനി വേണ്ടതെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കാൻ ഇവിടെ സുമിത്രൻ പറയുന്നുണ്ട്, അതെ എൻ്റെ അമ്മയാണ് വിളിച്ചത് വീട്ടിൽ നിന്ന്. എന്തിനാ വിളിച്ചത്? അല്ല ഞാനങ്ങനെ പണിക്കൊന്നും പോകാറില്ലല്ലോ, ഇപ്പോൾ പണിക്ക് കയറി എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷം, അതിൻ്റെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പോൾ ദിനേശ് പറയാട്ടോ, ഓ മതി മതി, നിൻ്റെ വാചകം മാത്രമേ നടക്കുന്നുള്ളൂ, പണിയൊന്നും നടക്കുന്നില്ല, അങ്ങോട്ട് പണിയേടാ എന്ന് പറയാട്ടോ. അങ്ങനെ വീണ്ടും അയാൾ പണിയാണ്. ഇവിടെ വീട്ടിലാണെങ്കിൽ മാലു ഒരു ഓട്ടോയിലൊക്കെ വരികയാണ് മീനുവിനെയും അഖിലേനെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഹി പുറത്ത് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് വരുന്നത്. മാലുവിനെ കാണുമ്പോൾ അവർക്ക് സന്തോഷമാവും കേട്ടോ. എന്താ മാലു, രാജേന്ദ്രനെ കണ്ടില്ല? രാജേന്ദ്രനൊപ്പം അല്ലാതെ തനിച്ചൊരിടത്തും പോവാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, മക്കളെ കാണാമല്ലോ രണ്ടുപേര്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നേ. എന്തെങ്കിലും പ്രത്യേകിച്ചൊരു സ്വകാര്യം പറയാനുണ്ടോ മക്കളോട്? ഉണ്ട്. എന്താ ആ സ്വകാര്യം? അത് സ്വകാര്യമല്ലേ, അതെങ്ങനെ പരസ്യമാക്കുന്നത് എന്ന് മാലു പറയട്ടോ മഹിയോട്. അച്ഛനെന്തെയും ചോദിക്കുകയാണ്. അച്ഛൻ എന്തായാലും ഇവിടെ ഇല്ല, വേറെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയേക്കുവാണ്. അതുപോലെ പ്രഭയും മറ്റേ അവരൊന്നും ഇല്ല, കാഞ്ചനയും ഇല്ല, അവരും ഇവിടെ പുറത്തോട്ട് പോയിരിക്കുകയാണ്. എന്തായാലും മാലുവിന് സ്വസ്ഥമായിട്ട് മക്കളോട് സ്വകാര്യങ്ങളൊക്കെ പറയാം. പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്തിനാ ക്ഷമ ചോദിക്കണേ? അല്ല അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ മഹിട്ട, അതൊക്കെ പോട്ടെ, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ സന്തോഷവതി ആയില്ലേ, അതുപോരെ. പിന്നെ പോകുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്, ഭക്ഷണം കഴിക്കാതെ പോകരുത് എന്ന് പറഞ്ഞിട്ട് മീനുവിനെ വിളിക്കുകയാണ്. മീനു ദേ ആരാ വന്നിക്കണമെന്ന് നോക്കിയെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ മീനു ഓടി വരുമ്പോൾ അമ്മയാണ്. അമ്മ എന്താ വിശേഷം? അല്ല ഞാൻ വെറുതെ വന്നതാ നിങ്ങളെ കാണാനായിട്ടെന്ന് പറയണം. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ സംസാരിക്കും മോളെ. അമ്മയെ പക്ഷേ ഭക്ഷണം കഴിക്കാതെ വിട്ടേക്കരുത് കേട്ടോ, കഴിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇവിടുന്ന് വിടാവൂ. ഓക്കെ അച്ഛാ, ഞങ്ങളെ ഏറ്റവും എന്നും പറഞ്ഞിട്ട് മീനു അമ്മേനെ വിളിച്ച കാര്യങ്ങൾ സംസാരിക്കുക കേട്ടോ. അപ്പം മഹി അങ്ങ് പോയിട്ടുണ്ട്. ആ സമയം പെട്ടെന്ന് ചോദിക്കുന്ന, അമ്മേ എന്താ കാര്യം? ഒരു വിശേഷമില്ലാതെ അമ്മ ഇങ്ങോട്ട് വരില്ലല്ലോ. എന്തോ വിശേഷമുണ്ട്. വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ വരാവുള്ളൂന്നുണ്ടോടി എന്ന് ചോദിക്കുന്നു കേട്ടോ. എന്നാലും നിങ്ങൾ ഇപ്പോൾ സന്തോഷവതികളാണല്ലോ അല്ലേ? അതെ, നിങ്ങൾ ടൂറൊക്കെ പോയി ഒക്കെ ആണല്ലോ. നിങ്ങളുടെ അർജുൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതല്ല അർജുനൊക്കെ ഇപ്പം നമ്മൾ നല്ല സ്നേഹത്തിലാണ്, അതാ ഞാൻ ചോദിച്ചത്. നിങ്ങളിപ്പോൾ നല്ല സ്നേഹത്തിൽ തന്നെയാണ്, ടൂറും പോയിരുന്നല്ലോ എല്ലാവരുമായിട്ട്, എന്നിട്ടും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ. അല്ല അമ്മേ, അത് എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, പിന്നെ എന്താ മോക്കെന്താ പേടിയാണോ? അല്ല എന്താ പറയുക, ഞാനെങ്ങനെയാ അമ്മയെ പറയാമെന്ന് ചോദിക്കാൻ കേട്ടോ. വീണ്ടും അർജുൻ എന്തായാലും നല്ലൊരു മനുഷ്യനാണ്, നീ ഒന്ന് ഓർത്ത് നോക്കുക. നിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നേ നിന്നെ പറഞ്ഞു വിട്ടേനെ. അവനായതുകൊണ്ടല്ലേ ക്ഷമിക്കുന്നത്. ഇതിനെക്കുറിച്ച് അർജുൻ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ടമ്മേ. ഞാനായിട്ടാണ് കുറച്ച് സമയം എനിക്ക് വേണമെന്ന് ചോദിച്ചു തന്നു. എന്തിനാ സമയം? ഇപ്പം തന്നെ 1 വർഷമായില്ലേ, നീ എന്തായി കാണിക്കണേ? അർജുൻ നല്ലൊരു പയ്യനാണ്, അർജുനെപ്പോലെ ഒരാളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. എൻ്റെയും അച്ഛൻ്റെയും ഭാഗ്യമാണോ അതോ നിങ്ങളുടെ ഭാഗ്യമോ എന്നറിയില്ല, അത്ര നല്ലവനാണ് അവൻ. അതുകൊണ്ട് ആ ഒരു മനസ്സ് നീ ഇനി വിഷമിപ്പിക്കരുത്, നിൻ്റെ തീരുമാനങ്ങളെല്ലാം നീ മാറ്റണം. അതുകൊണ്ട് എത്രയും വേഗം അവനോട് സംസാരിച്ച് ആ പാവം പിടിച്ച് അവനെ ഇനി നീ വിഷമിപ്പിക്കരുത് എന്നൊക്കെ അമ്മ ഉപദേശം കൊടുക്കുക കേട്ടോ മീനിന്. അപ്പം മീനു പെട്ടെന്ന് സങ്കടപ്പെടുകയാണ്. അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ വിഷമിക്കണേ? അല്ല അമ്മേ, കുറ്റബോധം കൊണ്ടാണ്. ഇത്രയും നാൾ ഞാൻ അർജുനെ പ്രയാസപ്പെടുത്തിയതിൻ്റെ കുറ്റബോധം കൊണ്ടാണ് എനിക്ക് സങ്കടം വൻ. അത് സാരമില്ല, അർജുന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇന്ന് തന്നെ നിങ്ങൾ സംസാരിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ എന്നിങ്ങനെ അമ്മ പറയണം. നമുക്ക് അഖിലെ കാണാൻ പോകണ്ടേ എന്നും പറഞ്ഞിട്ട് അഖിലേനെ കാണാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അഖില അവിടെ ഇരിപ്പുണ്ട്. അഖിലേക്ക് അമ്മയെ കാണുമ്പോൾ നല്ല സന്തോഷമാവാണ്. അപ്പോൾ എന്താ അമ്മേ വന്നതെന്ന് ചോദിക്കും. നിങ്ങളെ കാണാൻ തന്നെയാണ് വന്നേ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, 6 മാസത്തിനകം ഇവിടെ കുഞ്ഞുങ്ങൾ ഓടി നടക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് നിങ്ങളുടെ അമ്മായിയമ്മ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി വന്നതാന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ അഖിലയുടെ മുഖം വല്ലാണ്ട് വാടുകയാണ്. പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, എന്തായാലും മീനും അർജുനോട് സംസാരിച്ച് അങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നീയും ഗൗതത്തിനോട് സംസാരിച്ച് ആ ഒരു കാര്യം നടത്തിയെടുക്കണം.
ഇല്ല അമ്മേ, അത് നോക്കണ്ട. അമ്മ ചേച്ചിയുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. അത് നടക്കട്ടെ. എൻ്റെ കാര്യമൊന്നും നടക്കില്ല. അതെന്താ മോളെ, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. നീ സമാധാനമായിട്ടിരി. അങ്ങനെയല്ല, ഗൗതത്തിനോട് എനിക്ക് ഈ കാര്യം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടമ്മേ. കാരണം ഗൗതത്തിന് ഓരോ സമയം ഓരോ സ്വഭാവമാണ്. എപ്പോഴാണ് മാറുകയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ സമയം ഒരിക്കൽ തോന്നും എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് പിന്നീട് വന്ന് സോറിയും സങ്കടമൊക്കെ പറയുമ്പോൾ ഞാനങ്ങ് ക്ഷമിക്കും. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തണുക്കുമ്പോൾ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കും. വീണ്ടും അടുത്ത സോറിയും പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നടന്ന് ഇപ്പോൾ ഇത്രയായി. ഇപ്പോൾ ഞാനും വിട്ടു കൊടുക്കാറില്ല. എന്ത് പറഞ്ഞാലും ഞാനും തിരിച്ച് വെട്ടെങ്കിൽ വെട്ട്, അടിയെങ്കിൽ അടി, കുത്തെങ്കിൽ കുത്ത്, ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇവിടെ പോകുന്നത്. ഇതിനിടയ്ക്ക് ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ലമ്മേ. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. നാളെ എങ്ങനെയാവും എനിക്കറിയില്ല. അപ്പോൾ മീനു പറയുന്നുണ്ട്, ഗൗതം നല്ലവനാ, നീ പറയും പോലെ അല്ല. ഇപ്പോൾ ദേഷ്യം വന്ന് എന്തെങ്കിലും വായിന്ന് വിളിച്ച് പറയുമെന്നും പറഞ്ഞിട്ട് അങ്ങനെയല്ല ചേച്ചി. എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ചേച്ചിയോട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതും ഇങ്ങനെ പറയുമ്പോൾ മീനുവിനും അമ്മയ്ക്കും നല്ല സങ്കടമാവണം കേട്ടോ. അപ്പോൾ സാരമില്ല മോളെ, എല്ലാം ശരിയാകും. നീ സമാധാനപ്പെടുക. അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ ഇത് ഗൗതത്തിനോട് സംസാരിക്കണം. നിങ്ങളുടെ പിണക്കം മാറ്റിയെടുക്കണമെന്നൊക്കെ അമ്മ അഖിലയ്ക്ക് ഉപദേശം കൊടുക്കുക. അപ്പോൾ അഖില അവസാനം സമ്മതിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കാം അമ്മേന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ച്. എന്നിട്ട് അമ്മ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോവുകയാണ്. അവരങ്ങനെ കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ മീൻ കുറേ കാത്തിരിക്കുന്നുണ്ട്. ഇരുന്ന് ഉറങ്ങിപ്പോയി അർജുനെ കാണുന്നില്ല. അവസാനം അർജുൻ കുറേ പച്ചക്കറിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മീൻ നല്ല ഉറക്കം. മീനിന് തട്ടി വിളിക്കുന്നുണ്ട്. മീൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര ലേറ്റായത്, ഭക്ഷണം എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് വിളിക്കുമ്പോൾ അർജുൻ പറയണു, മീനു ഞാൻ കഴിച്ചു, പുറത്തുനിന്നാണ് കഴിച്ചതെന്ന് പറയുമ്പോൾ മീനുവിന് ദേഷ്യം വരെ കേട്ടോ. അപ്പോൾ മീന് പറയണു, അർജുൻ പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ പുറത്തുനിന്ന് കഴിക്കരുതെന്ന്. പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ട് വയറുവേദന വല്ലതും പറയണം, ഞാൻ വയറ്റിലിട്ട് ഞാൻ കുത്തിത്തരും നോക്കിയോ. അങ്ങനെയല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. സുമിത്രൻ അവനാ ജോലി കിട്ടിയല്ലേ എന്നും പറഞ്ഞ് ചിലവ് ചെയ്തത്. സുമിത്രനോ? അവൻ രാവിലെ പറഞ്ഞല്ലോ അവൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്ന്. അതൊക്കെ ശരിയാ, അവൻ ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് പോയത്. എന്നിട്ട് അവസാനം പൈസ ഞാൻ കൊടുക്കേണ്ടി വന്നു എന്നിങ്ങനെ പറയട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല മീനു, ഞാൻ ഇനി കഴിക്കത്തില്ല. പക്ഷെ നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കരുതി അർജുൻ വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ദോശ ചൂടോടുകൂടി ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന്. അതാ കഴിക്കാതിരുന്നത്. പിന്നെ നീ വാ, ഞാൻ നിനക്ക് ചുട്ടു തരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവാട്ടോ. അവിടെ പോയി ദോശമാവെല്ലാം എടുത്ത് ദോശ ചുട്ട് കൊടുക്കുകയാണ്. അപ്പം മീനു പറയുന്നുണ്ട്, എനിക്ക് ക്യാരറ്റ് ദോശ മതിയെന്ന്. ശരി, ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് കിച്ചണിലെ ക്യാരറ്റ് അരിഞ്ഞിട്ട് ദോശയിൽ പുറത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ദോശ നമ്മുടെ മീനുവിനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മീനുവിന് അത് ഇഷ്ടമാവുന്നുണ്ട്. രണ്ടാമത്തെ ദോശ ചുടുമ്പം നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, ഇത് മുട്ട ദോശ ആവട്ടെ എന്ന്. അങ്ങനെ ഒരു മുട്ടയെല്ലാം പൊട്ടിച്ച് അതിൻ്റെ പുറത്ത് ദോശയെല്ലാം ചുട്ടിട്ട് അങ്ങനെ ഒരു ദോശയും കൂടെ ഉണ്ടാക്കി മീനുവിന് കൊടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് സന്തോഷിക്കാനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്